8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ നിലവിലെ സ്ഥിതി വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. പാനലിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി പുരോഗമിക്കുകയാണെന്നും വിശദമായ നിർദ്ദേശങ്ങളും ശമ്പള പരിഷ്കരണങ്ങളും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവരുമെന്നും ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ. കഴിഞ്ഞ വർഷം അവസാനമാണ് കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചതെന്നും രൂപീകരിച്ച് 18 മാസത്തിനുള്ളിൽ ശമ്പളം, അലവൻസുകൾ, പെൻഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള ശുപാർശകളെല്ലാം തയ്യാറാക്കുമെന്നും ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞിരുന്നു. പാനലിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി തന്നെ പുരോഗമിക്കുകയാണെന്നായിരുന്നു വിശദമായ നിർദ്ദേശങ്ങളും ശമ്പള പരിഷ്കരണങ്ങളെയും കുറിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവരുമെന്നുമൊക്കെ പറഞ്ഞിരുന്നു. 2025 നവംബർ 3 പുറത്തിറക്കിയ പ്രമേയത്തിൽ 8ാം CPSEയുടെ ഭരണഘടനയും അതിന്റെ റഫറൻസ് നിബന്ധനകളും കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രമേയമനുസരിച്ച് ദശലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കും വിരമിച്ചവർക്കും വേണ്ടിയുള്ള കേന്ദ്ര ശമ്പള സ്കെയിലുകൾ, അലവൻസുകൾ, പെൻഷൻ ക്രമീകരണങ്ങൾ എന്നിവയിലുടനീളം മാറ്റങ്ങൾ അവലോകനം ചെയ്യാനും ശുപാർശകൾ ചെയ്യാനും കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ മന്ത്രി നൽകിയ മറുപടിയിൽ കമ്മീഷൻ രൂപീകരിച്ച് 18 മാസത്തിനുള്ളിൽ അതിന്റെ ശുപാർശകൾ സമർപ്പിക്കണമെന്നാണ് സ്ഥിരീകരിച്ചത്. അതായത് 2027 മധ്യത്തോടെ പാനൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം സർക്കാർ പരിശോധിച്ച നടപ്പാക്കൽ സമയപരിധിയും തീരുമാനിക്കേണ്ടതുണ്ട്. ഔപചാരികമായി അംഗീകരിച്ച് വിജ്ഞാപനം പുറത്തുവിട്ടതിനു ശേഷം മാത്രമേ പരിഷ്കരിച്ച ശമ്പള പെൻഷൻ ഘടനകൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. എന്നാൽ കമ്മീഷന്റെ റഫറൻസ് തീയതി 2026 ജനുവരി 1 ആണെങ്കിലും ശമ്പള പെൻഷൻ വർധനവ് ആ തീയതി മുതൽ സ്വയമേവ ബാധകമാകുമെന്നും ഇത് അർത്ഥമാക്കുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കമ്മീഷന്റെ ശുപാർശകൾ അന്തിമമാകുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പരിഷ്കാരങ്ങളും വരികയുള്ളൂ. ഇത് സാധാരണയായി റഫറൻസ് വർഷത്തിനപ്പുറം നീളുന്ന ഒരു പ്രക്രിയയാണ്. പാനൽ രൂപീകരണം ഒരു പ്രധാന ചുവടുവെപ്പായി അടയാളപ്പെടുത്തുമ്പോഴും കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കമ്മീഷന്റെ വിശദമായ റിപ്പോർട്ടിനും സർക്കാരിന്റെ തുടർന്നുള്ള പ്രഖ്യാപനത്തിനുമായി കാത്തിരിക്കേണ്ടി വരികയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.